ഹലോ ഹായ് എല്ലാവർക്കും സി കെ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കാറ്റിമൂൺ മാവ് എങ്ങനെ നടാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1.5 അടി വീതിയും 1.5 അടി താഴ്ചയും കുഴിയെടുത്ത ശേഷം മണ്ണ് പുറത്ത് ഇടണം. അതിനകത്തേക്ക് നമ്മൾ ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, അതുപോലെ തന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എല്ലാം പാടെ കൂടിയ മിക്സാണ് നമ്മൾ അതിനകത്തേക്ക് ഇടുന്നത്. കുറച്ച് കുയിലോട്ട് ഇടുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മണ്ണും വളവും നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ കുഴിയിലോട്ട് മണ്ണ് തിരിച്ച് മൂടുകയാണ്. ഒരു 1/4 ഭാഗത്തോളം മണ്ണ് നമ്മൾ കുഴിനകത്തേക്ക് തന്നെ തിരിച്ചിടണം. അത് നല്ലവണ്ണം എന്നിട്ട് ലെവലാക്കുക. മണ്ണ് മൊത്തം ഒരു ലെവൽ രൂപത്തിലേക്ക് വരണം. ഇതാണ് നമ്മൾ നടാൻ പോകുന്ന മാവ്. നല്ല ഹെൽത്തിയായ കാറ്റിമൂണിൻ്റെ തൈയാണ്. നമ്മളുടെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന തൈ തന്നെയാണത്. അതിനുശേഷം അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുക്കണം. കവറ് അടിഭാഗം കട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്താ വെച്ചാൽ വേര് അളകാതെ കിട്ടും. നമ്മൾ ആദ്യം തന്നെ കവർ മൊത്തം ഒഴിവാക്കി കഴിഞ്ഞാൽ ചിലപ്പം മണ്ണളകും, വേരൊക്കെ നശിക്കാനുള്ള സാധ്യത ഉണ്ട്. നമ്മളത് എടുത്ത ശേഷം കുഴിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കാക്കി ലെവൽ ചെയ്ത് വെക്കണം. കറക്റ്റ് ലെവൽ ചെയ്തിട്ട് തന്നെ വെക്കണം. എന്നിട്ട് മണ്ണ് തിരിച്ച് കുറച്ച് മണ്ണ് അതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷമേ നമ്മൾ കവറ് തിരിച്ച് ഊരാൻ പാടുള്ളൂ. എല്ലാ ഭാഗത്തേക്കൊന്ന് മണ്ണ് കുറച്ചാക്കിയ ശേഷം എന്നിട്ട് നമ്മൾ ആ കവറ് തിരിച്ചെടുക്കുകയാണ്. ആ കവർ നേരെ പൊന്തിച്ചിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. വലിയ കൊമ്പുകളൊന്നും ഇല്ലാത്ത ചെറിയ തൈ ആയതുകൊണ്ടാണ് നമ്മൾ അതുപോലെ എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കത്തിയോ ബ്ലേഡൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് താഴെ തന്നെ ഒഴിവാക്കണം. ആ ബെഡ് ഭാഗം മുകളിൽ കാണണം. ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റാണ് തൈ. അപ്പോൾ അപ്രോച്ച് ഗ്രാഫ്റ്റിൻ്റെ താഴെ ആയിട്ടാണ് നമ്മൾ മണ്ണിടേണ്ടത്. അതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇടാൻ പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.